മിക്കയിലൊക്കെ യൂണിവേഴ്സിറ്റീസിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോഴല്ല, നിങ്ങളൊരു MBAക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു MSc പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ എന്താ പറയുക ക്രെഡൻഷ്യൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ ഒരുപാട് സ്കില്ലുകൾ ആവശ്യമുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ ജോലികൾക്കൊന്നും ഇപ്പൊ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജോലികൾക്ക്, ഞാൻ ഈ പറഞ്ഞ വേറൊരു ഒരു എഞ്ചിനീയർ അങ്ങനെയല്ല, മെച്ചപ്പെട്ട ജോലി ഒരു മാനേജറിൽ നേടി പോകുന്ന ആളുകളോട് ഡെഫിനറ്റായിട്ടും അവര് സബ്ജക്റ്റിനെക്കാട്ടിൽ ഇപ്പൊ ചോദിക്കുന്ന അവരുടെ എക്സ്ട്രാ അവർക്ക് എന്തൊക്കെ എക്സ്ട്രാ ഇൻപുട്ട് നൽകാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ ഉദാഹരണത്തിന് വേറെ കാര്യം പറയാം. ഇപ്പൊ കവിത എഴുതുന്നു, എത്ര കുട്ടികൾ കവിതയെല്ലാം അറിയാം. കുട്ടികളുടെ പേരൻസ് കുട്ടികളെ ട്രെയിൻ ചെയ്ത് വിടുന്നുണ്ട്. ചില പേരൻസിന് പറ്റില്ല ട്രെയിൻ ചെയ്യാൻ. നമ്മളിപ്പോ എല്ലാ പേരൻസിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു കവിത പഠിപ്പിക്കുക, എനിക്ക് സമയമില്ല, എനിക്ക് പഠിപ്പിക്കാൻ മറ്റൊരാൾക്ക് പറ്റും. ചിൽഡ്രൻസ് ചെയ്യാം. ഈ കുട്ടികൾ ഇപ്പൊ മലയാളം ക്ലാസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, എങ്ങനെയാണ് ഒരു പോയം റെസൈറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പഠിപ്പിക്കാം. ഇപ്പൊ ബാലകലോത്സവത്തിനൊക്കെ കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നത് അതൊക്കെ പേരൻസ് ആണ്. ചില പേരൻസിനൊന്നും കഴിവില്ല, പറ്റുന്നില്ല. ചില പേരൻസ് അവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ഈ ബഹറിലൊക്കെ ഒന്ന് കാണാനും നമ്മുടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നിങ്ങൾ കുട്ടികൾ പോകുമ്പോഴാണ് നമുക്ക് എത്ര കുട്ടികൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഈ ബഹറിൽ മ്യൂസിയം കണ്ടിട്ട് എത്ര ഉണ്ടാവും. ഞാൻ എന്റെ ഒരു ചിൽഡ്രൻസ് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം. ഇതല്ല നിങ്ങളുടെ എന്നെക്കാളിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ പറഞ്ഞു വെച്ചാൽ സമാജ മെമ്പേഴ്സിന് മാത്രമല്ല, ഇപ്പൊ സമാജ മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ എനിക്ക് തോന്നുന്നു വൈഡോട്ടി ഓപ്പൺ അപ്പ് സമാജ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ഓപ്പൺ അപ്പ് ചെയ്തത് നിങ്ങൾ അതിനൊക്കെ ആലോചിക്കും. അധികം മറ്റു ഭാഷക്കാർ ആയിക്കോട്ടെ, വൈഡോട്ട് നമ്മുടെ ബാലകലോത്സവ ഓപ്പൺ ചെയ്തില്ലേ, നമ്മുടെ ഹൊറൈസൺ ഒന്ന് വളരട്ടെ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ കൊടുക്കൽ വാങ്ങൽ പറയും, നമ്മൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്യാൻ എനിക്ക് ശ്രമിക്കുക. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന നമുക്ക് കിട്ടുന്ന സ്ലോട്ടുകളിൽ വേണം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഈ ഇതിൽ വരുന്നതുകൊണ്ട് യു ഷുഡ് ഗെയിൻ സംതിങ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ഈ പാരന്റ്സ് കമ്മിറ്റി അതൊക്കെ തീരുമാനിക്കുക. ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട് നമ്മുടെ, അവരുടെ സഹായം തരാം. ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ കൗൺസിലിംഗ്, കരിയർ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ പാലാ മീറ്റിംഗ് ഒരു പേരൊക്കെ കൂടി എടുത്തതല്ല. ഞാൻ കൈകാര്യം പറഞ്ഞു 10 പേരെ ഇറന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആളെ കൊണ്ടുവരാം. ഒരു പേരന്റ് ഇതുവരെ വന്നില്ല. അവർക്ക് സമയമില്ലാത്തതാകാം. പലപ്പോൾ സയൻസ് ക്വിസ് എഴുതിയപ്പോൾ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, സയൻസ് ക്വിസ്, മാത്തമാറ്റിക്സിന്റെ ഇപ്പൊ എല്ലാവർക്കും പൈസ കൊടുത്ത് ചിലപ്പോൾ വിടാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ചില ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്, ട്രെയിൻ ഡോക്ടർ മറ്റേ അവിടെ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വിടാൻ പറ്റില്ല. ഇപ്പൊ 250, 300 അല്ലെങ്കിൽ 400 രൂപ ശമ്പളം വാങ്ങിക്കുന്ന കുട്ടികൾക്ക് പിന്നെ പേരന്റിന് അവരുടെ കുട്ടികളെ ഇതൊന്നും വിടാൻ പറ്റത്തില്ല. പക്ഷെ അതിനൊരു ഒരു 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 വഴി അല്ലെങ്കിൽ ഒരു ഇടത്താവളമായിട്ടോ അല്ലെങ്കിൽ ഒക്കെ സമാജം ഉപയോഗിക്കാം. നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ പബ്ലിക്കിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായതാണ്. അപ്പോൾ വി ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക് ടു സൊസൈറ്റി. നമുക്ക് പലപ്പോഴും അങ്ങോട്ട് പലതും കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ പിയർ ഗ്രൂപ്പില് നിങ്ങൾ ഒരുപാട് കഷ്ടം അനുഭവിക്കുന്ന പിള്ളേരുണ്ടാവും. നിങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് എമ്പതി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ കഴിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ബീയിങ് കുട്ടികളെല്ലാം മനസ്സിലാക്കണം. മറ്റുള്ളവരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിനാണ്. ഇപ്പൊ നിങ്ങൾ പോയി ഒരു ഒരു ഇത് വാങ്ങിക്കുന്നു. നിങ്ങളുള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ അവന്റെ അച്ഛന് 100 പൈസ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ ഞാനിപ്പോ എന്താ ഈ സാധനം പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞിട്ട് സ്കൂളിൽ ഇവിടെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ തന്നെ എത്രയോ കഷ്ടപ്പെട്ട വൾനറബിൾ ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുട്ടികളുണ്ടാവും. അവർക്കൊരു സപ്പോർട്ടായിട്ട്, അവർക്കൊരു എൻകറേജ്മെന്റ് വേണ്ടി നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ല നമ്മൾ പഠിച്ച് ജോലി കിട്ടി നമ്മുടെ കാര്യം, നമ്മുടെ വീട്ടുകാരുടെ കാര്യം അങ്ങനെയല്ല. പുതിയ ജനറേഷൻ അങ്ങനെ ഒരു പരാതിയുണ്ട് പലരെ കുറിച്ചും. അവർക്ക് സോഷ്യലി കണക്റ്റഡ് അല്ല. പലരും ഇങ്ങനെയുള്ള സാമൂഹിക ഇപ്പൊ എത്രയോ കുട്ടികളുണ്ട്. ഇത് എത്ര പേരാണ് വന്നിരിക്കുന്നത്? നമുക്ക് 2000 മെമ്പേഴ്സ് ഉള്ളൂ. 2000 മെമ്പേഴ്സിൽ ഒരു കുറഞ്ഞ വർഷം 1000 കുട്ടികൾ അവിടെ കുടുംബത്തിലാണ്. അവിടെ 500 പേരെങ്കിലും ആണ്. കുറച്ച് കുട്ടികളെ വന്നിട്ടുണ്ട്. നമ്മളാരെ കുറ്റപ്പെടുന്നതല്ല. പക്ഷെ ഇത് വരും. ഐ ആം ടെല്ലിങ് യു, ദേ വിൽ കം. ഇത് അട്രാക്റ്റീവ് ആണ്. ഇത് എന്തെങ്കിലും ഇതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് അവർ തോന്നിയാൽ മാറ്റി കുട്ടികളുണ്ട്.